ഇതാണ് സനാതന ധർമ്മം. വേദം ചൊല്ലുന്നവന്റെ നാവ് വെട്ടിപ്പിളർക്കുന്നതാണ് സനാതന ധർമ്മം. എന്താണ് ഈ സനാതന ധർമ്മത്തിൽ നല്ലതായിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഈ സനാതന ധർമ്മത്തിൽ നല്ലത് എന്തെങ്കിലും ഉണ്ട്? സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് 1888 നാരായണ ഗുരു എഴുതി വെച്ച അതേ കേരളത്തിലാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഇപ്പോഴും ബോർഡിരിക്കുന്നത്. ആരാണ് അഹിന്ദു? ശബരിമല മേൽശാന്തി നിയമനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞത് ബ്രാഹ്മണർ പ്രത്യേക ക്ലാസ് ആണെന്ന്. നമുക്ക് മാർസ് ഇനിയും വീണ്ടും ഈ ക്ലാസ് എന്താണെന്ന് വിശദീകരിക്കാൻ മാർസ് തിരികെ വരേണ്ടി വരും. തത്വമസി എന്ന് പറയുന്നത് എന്താണ്? അത് നീയാകുന്നു. അത് നീയാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഈശ്വരനാകുന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. ശബരിമലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണും തത്വമസി, പക്ഷേ പൂജാരി മലയാളം ബ്രാഹ്മണൻ മാത്രമാണ്. അതങ്ങനെ ശരിയാവും? തത്വമസി എന്ന് എഴുതി വെക്കും, പൂജാരി മലയാളം ബ്രാഹ്മണൻ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തത്വമസിയുടെ മുകളിലല്ല നമ്മൾ ജനാധിപത്യം പടുത്തുയർത്തേണ്ടത്. തത്വമസിയുടെ മുകളിൽ പടുത്തുയർത്തുന്ന ജനാധിപത്യം തകർന്ന് തരിപ്പണമാകും. പുറമേക്ക് പുരോഗമനകാരികളും അകത്ത് പൂന്താനം നമ്പൂതിരിമാരായിട്ട് ജീവിക്കുക. എന്താണ് അകത്ത് പൂന്താനം നമ്പൂതിരി എന്ന് പറയാൻ കാരണം? ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വത്തെ ന്യായീകരിക്കുകയാണ് പൂന്താനം ചെയ്തത്. എഴുത്തച്ഛൻ്റെ രാമൻ ഇതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല കേട്ടോ. എഴുത്തച്ഛൻ വലിയ വിപ്ലവകാരിയാണെന്നാണ് പുരോഗമന ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ബ്രാഹ്മണന്റെ എച്ചില്, അത് ആ ബ്രാഹ്മണന്റെ എച്ചില് ആണ് അശുദ്ധിയെ നീക്കം ചെയ്യുന്ന. ആലോചിച്ച് എത്ര ഭീകരമായ ഹിംസയാണെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രാഹ്മണന്റെ എച്ചിലാണ് ദേവന്റെ ബിംബത്തെ പോലും ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ദേവനേക്കാളിലും വലുതാണ് എന്ത്? ബ്രാഹ്മണന്റെ എച്ചില്. ഇത് തനി അയിത്തമാണ്. ഈ അയിത്തത്തെയാണ് ഭരണഘടന നിരാകരിച്ച് എല്ലാവരെയും തുല്യ പൗരശരീരികളായി ഇന്ത്യൻ ഭരണഘടന മാറ്റിയെടുത്തത്. മാറുമറയ്ക്കാൻ വേണ്ടി അന്തസ്സായിട്ട് തുല്യ ശരീരികളായി നടക്കുന്നതിന് വേണ്ടി സമരം നടത്തിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം കേരളം. ഇപ്പോൾ വേണ്ട ഷർട്ടല്ല ഊരി നടക്കുകയാണ്. അതാണ് ആചാരം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആചാരമാകുന്നത്? നവോത്ഥാന കേരളത്തെ ആചാര കേരളമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആചാരങ്ങൾ ഒരിക്കലും മനുഷ്യരെ തുല്യരായി പരിഗണിക്കുന്നില്ല. ബ്രാഹ്മണന് ശ്രേഷ്ഠ പദവിയും ബാക്കിയുള്ളവർക്കെല്ലാം ഹീന പദവികളുമാണ് ഈ ആചാര വ്യവഹാരങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഇവർ സനാതനം എന്ന് വിളിക്കുന്നത് ത്രൈവർണിക പുരുഷ മേധാവിത്വത്തെയും ത്രൈവർണിക പുരുഷ മേൽക്കോയ്മയാണ് യഥാർത്ഥത്തിൽ സനാതനം എന്ന് പറയുന്നത്. അത് ചാതുർവർണ്ണ്യമാണ്, ജാതി വ്യവസ്ഥയാണ്. കോവിഡ് വന്നപ്പോൾ പാത്രം കൊട്ടണമെന്ന് പറഞ്ഞൊരു ഭരണാധികാരിയുള്ള രാജ്യത്ത് ഗോമൂത്രം കുടിച്ചാൽ പനി മാറുമെന്ന് മറ്റു ഭരണ മേധാവികൾ പറയുന്നതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ആ നാട്ടിൽ തന്നെ ഇരുന്ന് ആളുകൾക്ക് സമാധി അടയാം. ഡുൾ ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് എഴുത്തുകാരനും അധ്യാപകനും ഗവേഷകനുമായ TS ശ്യാംകുമാറാണ്. സർ, സ്വാഗതം. സർ, ഞാൻ ആദ്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇക്കാലയളവിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സനാതനധർമ്മം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം എന്നതുകൊണ്ടൊക്കെ നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്, അതിനേക്കാൾ ഉപരി എന്താണ് നമ്മൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്നാണ്. സനാതനധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചാതുർവർണ്ണ്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്, അല്ലാതെ വേറൊന്നല്ല. ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഋഷി സംസ്കാരം എന്നതാണല്ലോ ആർഷഭാരത സംസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാണ്. ഋഷികളുടെ ഒരു പരമ്പരയും സംസ്കാരം. എന്തായിരുന്നു ഋഷികളുടെ ഈ പരമ്പരയും സംസ്കാരമെന്ന് നമ്മൾ ഇതിഹാസ പുരാണ പാഠങ്ങൾ പരിശോധിച്ചാൽ ഇന്നത്തെ നിലയ്ക്ക് ലജ്ജ തോന്നുന്ന, നാണം കെട്ടുപോകുന്ന, മനുഷ്യർ അപമാനഭരിതരായി ശിരസ് ഉനിക്കേണ്ട ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഋഗ്വേദത്തിലെ യമയമി സംവാദം, യമനും യമിയും തമ്മിലുള്ളൊരു സംവാദമാണ്. യമി സഹോദരിയാണ്, യമൻ്റെ സഹോദരിയാണ് യമി. അവർ സഹോദരനും സഹോദരിയാണ്. ഈ യമി യമനോട് പറയുകയാണ്, വള്ളത്തോൾ മനോഹരമായി തർജ്ജമ ചെയ്തിട്ടുണ്ട് യമയമി സംവാദം. അതിൽ പറയുന്നത്, നീലവിശാലമാ വൻകടലിൽ ഏകാന്തമാമീ മണൽത്തുരുത്തിൽ ആമോദം ഉൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടുന്നു. അപ്പോൾ സ്വന്തം സഹോദരനെ ഒരു കാമപൂരണത്തിന് വിളിക്കുന്ന രംഗമാണ് യമയമി സംവാദത്തിൻ്റെ ആ സൂക്തത്തിൻ്റെ അർത്ഥം. അതാണ് ഈ സൂക്തം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ആർഷഭാരത സംസ്കാരം നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒന്നാണോ? ആധുനിക ലോകബോധ്യത്തിന് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒന്നാണോ യമയമി സംവാദം എന്ന് പറയുന്നത്? അത് കാലഹരണപ്പെട്ട ഒന്നാണ്. മനുഷ്യർ പറ്റ ലൈംഗിക വീഴ്ചയുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ യമയമി സംവാദത്തിൽ കാണുന്നത്. അത് ആ രീതിയിലാണ് പരിഗണിക്കേണ്ടത്. പക്ഷേ ഋഗ്വൈദിക സംസ്കാരം ആധുനിക കാലത്തിന് മാതൃകയാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഈ രീതിയിൽ തുറന്നു കാട്ടേണ്ടി വരും. അങ്ങനെ ഓരോ കാര്യം എടുത്ത് പരിശോധിക്കുക. ഋഗ്വേദത്ത് ഈ മഹാഭാരതത്തിൽ തന്നെ ഒരു കഥയുണ്ട്. ആ കഥയിൽ സ്വന്തം മാതാവിനെ
ആ പിതാവിൻ്റെയും മകൻ്റെയും മുൻപിൽ വെച്ച് വേറൊരു ബ്രാഹ്മണൻ വലിച്ചിഴച്ചുകൊണ്ട് പോവുക. അങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ പുത്രൻ പിതാവിനോട് പറയുകയാണ്, ആ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ബ്രാഹ്മണനെ തടയണം. പിതാവ് പറഞ്ഞു, കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ കൊണ്ടുപോകുന്നതാണ് സനാതനമായ ധർമ്മം. ഏഷധർമ്മ സനാതന, മഹാഭാരതത്തിലെ ശ്ലോകമാണ്. ഏഷധർമ്മ സനാതന. സ്വന്തം മകൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ മറ്റൊരാൾ പിടിച്ചു വലിച്ച് കാമപൂരണത്തിനായി വിളിച്ച് വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്നതിനെയാണ് ഏഷധർമ്മ സനാതന, ഈ ധർമ്മമാണ് സനാതനം എന്ന് മഹാഭാരതത്തിൽ പറയുന്നത്. ഈ ധർമ്മം ഇപ്പൊ സനാതനമായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? സ്ത്രീകൾക്ക് സ്വതന്ത്രമായ കർത്തൃത്വമുള്ള ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ത്രൈവർണിക പുരുഷന്റെ ഇഷ്ടമനുസരിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാണോ സനാതനം? അല്ലെങ്കിൽ അതിനെയല്ലേ ഇവർ സനാതനം എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ ഇവർ സനാതനം എന്ന് വിളിക്കുന്നത് ത്രൈവർണിക പുരുഷ മേധാവിത്വത്തെയും ത്രൈവർണിക പുരുഷ മേൽക്കോയ്മയാണ് യഥാർത്ഥത്തിൽ സനാതനം എന്ന് പറയുന്നത്. അത് ചാതുർവർണ്ണ്യമാണ്, ജാതി വ്യവസ്ഥയാണ്, അല്ലാതെ വേറൊന്നുമല്ല സനാതനം എന്ന് പറയുന്നത്. 1950 സഹോദരൻ അയ്യപ്പൻ ശിവഗിരിയിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. സഹോദരൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മം തന്നെയാണ്. 1950 പറഞ്ഞ കാര്യം. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ പറഞ്ഞു, ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ് എന്ന്. എന്താണ് വർണ്ണാശ്രമ ധർമ്മം? വർണ്ണവും ആശ്രമവും ചേരുന്നതാണ് വർണ്ണാശ്രമം. എന്താണ് വർണ്ണം? 4 വർണ്ണങ്ങളായി മനുഷ്യരെ ശ്രേണീകരിക്കുന്നു. ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും മനുഷ്യരെ തരംതിരിക്കുന്നു. അങ്ങനെ 4ആയിട്ട് മനുഷ്യരെ തരംതിരിച്ച് വെക്കുന്നു. ഈ തരംതിരിവിന്റെ കുഴപ്പം എന്താണ്? പൊതുവെ ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ 4ആയി തരംതിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്തിടെ സന്ദീപാനന്ദഗിരി പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നത് ചാതുർവർണ്ണ്യം വളരെ നല്ലതാണ്, അത് ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ഓ നെഗറ്റീവ് എന്നൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് തരംതിരിക്കുന്നുണ്ടല്ലോ, അതുപോലൊരു തരംതിരിവ് മാത്രമാണ് ഈ ചാതുർവർണ്ണ്യം എന്ന് അദ്ദേഹം ഭാഗവത പുരാണമൊക്കെ ഒന്ന് വായിച്ചു നോക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഭാഗവത പുരാണത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ശ്രേഷ്ഠനും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണെന്നാണ് പറയുന്നത്. അപ്പൊ ശൂദ്രൻ അധമനാണെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പുരാണമോ ഭാഗവത പുരാണമോ പറയുന്നത്. ഈ ഭാഗവത പുരാണമാണ് 7 ദിവസം ഭാഗവത സപ്താഹ യജ്ഞത്തിനിരുന്ന് വായിക്കുന്നത്, വളരെ പുണ്യകരമായി വായിക്കുന്നത്. ഭാഗവത പുരാണത്തിൽ പറയും, ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കും. എന്തിനാണ് അവതരിക്കുന്നത്? പാപികളെ രക്ഷിക്കാനാണോ? അതോ പാപികളെ വധിച്ച് പുണ്യവാന്മാരെ രക്ഷിക്കാനാണോ? ഇങ്ങനൊന്നുമല്ല ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നത് ചാതുർവർണ്ണ്യം പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നാ ഭാഗവത പുരാണത്തിൽ പറയുന്നത്. അപ്പൊ ഇത്തരം അവതാരങ്ങളെ തടുത്തു വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. കാരണം ചാതുർവർണ്ണ്യത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനും കാലിൽ നിന്ന് ശൂദ്രനും ഉണ്ടാകുന്നു എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടിക്രമത്തെ നിരാകരിച്ചുകൊണ്ട് ഇതൊരു ലോകവീക്ഷണമാണ്. 4ആയിട്ട് മനുഷ്യർ തിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഹിംസാത്മകമായ ശ്രേണീകരണ യുക്തിയാണ്. ഈ ശ്രേണീകരണ യുക്തിയുടെ പ്രശ്നം എന്താണ്? ഈ ശ്രേണീകരണ യുക്തി ഓരോ ജോലിയും ഓരോ വർണ്ണത്തിൽപ്പെട്ടവർ മാത്രം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. മറ്റു ചിലർ ഏറ്റവും അധമമെന്ന് കരുതുന്ന ജോലിയിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അർത്ഥശാസ്ത്രം അനുസരിച്ച് ബ്രാഹ്മണസ്യ അധ്യയനം യജനം യാചനം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണരാണ് യജനവും യാചനവും അധ്യാപനവും ഒക്കെ ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർക്കൊന്നും പഠിപ്പിക്കാൻ യാതൊരു അവകാശവും ഇല്ല. മനുസ്മൃതിയിൽ ആചാര്യനായിട്ട് ഒരാളെ കാണുന്നുണ്ട്, അത് ബ്രാഹ്മണൻ മാത്രം. ഉപനയനം ചെയ്ത ബ്രാഹ്മണനെ മാത്രമാണ് മനുസ്മൃതി ആചാര്യനായി കാണുന്നത്. മറ്റാരും ആചാര്യന്മാരായിട്ട് അധ്യാപകരായിട്ട് കാണുന്നതേ ഇല്ല. സ്ത്രീകളുടെ പദവിയെ സംബന്ധിച്ച് എന്താണ് മനുസ്മൃതിയുടെ ധർമ്മം പറയുന്നത്? ബാലയോ യുവതിയോ ആര് തന്നെ ആയിക്കോട്ടെ, വൃദ്ധയായാലും സ്ത്രീ സ്വേച്ഛയാ ഒന്നും ചെയ്യരുതെന്നാണ് മനുസ്മൃതിയുടെ ധർമ്മം പറയുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്മൃതി ഗ്രന്ഥമായ ശാന്തന സ്മൃതി പറയുന്നത് ശൂദ്രൻ ബ്രാഹ്മണന്റെ മുമ്പിൽ ഓശ്ചാനിച്ച് നിൽക്കണമെന്നാണ്. ഇങ്ങനെ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ഇതൊന്നുമില്ല. ചരിത്രത്തിൽ ഇങ്ങനൊന്നും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും ഇന്ത്യ മഹാരാജ്യത്തില്ല. ഇപ്പൊ അലഹബാദിൽ നടക്കുന്ന ഈ പ്രയാഗയിൽ നടക്കുന്ന ഈ മേളയുണ്ടല്ലോ, കുംഭമേള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ ഇപ്പൊ അവകാശപ്പെടുന്നത് കുംഭമേളയിൽ കണ്ടില്ലേ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ചാതുർവർണ്ണ്യമില്ല.
ഇത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയിൽ നിലനിന്ന ചരിത്ര സാഹചര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇത് വളരെ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്, ഇപ്പോഴും പല നിലകളിൽ നമ്മളങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല, മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ചാതുർണ്ണി ഹിംസാത്മകമായി നിലനിന്നൊരു വ്യവസ്ഥയാണ്, അങ്ങേയറ്റം ഹിംസാത്മകമായി നിലനിന്നൊരു വ്യവസ്ഥയാണ്. ഇപ്പം ഈ ഷർട്ട് വിവാദമൊക്കെ വന്നല്ലോ, അതാണല്ലോ ഷർട്ട് വിവാദവും സനാതന ധർമ്മവാദവും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന വിഷയമാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞ ഒരു കാര്യം, ഷർട്ടെന്ന് പറയുന്നത് ഇടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വേർതിരിവിൻ്റെ പ്രശ്നമൊന്നുമല്ല. അതെല്ലാവരോടും ആണല്ലോ. ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നത് ജാതി നോക്കാതെ എല്ലാവരോടും ഒരുപോലെ ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തന്ത്രഗ്രന്ഥങ്ങളിൽ, കേരളത്തിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും തന്ത്രഗ്രന്ഥങ്ങളിൽ ഷർട്ടിനെ പറ്റി പരാമർശമുണ്ട്? ഷർട്ട് കണ്ടെത്താത്ത കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളല്ല. പിന്നെ ഈ ആചാരം എവിടുന്ന് വന്നു? തന്ത്രഗ്രന്ഥത്തിൽ ഒരിടത്ത് ഷർട്ടിനെ പറ്റി പരാമർശമില്ല, പാൻസിനെ പറ്റി പരാമർശമില്ല. ഷർട്ടും പാൻറ്റും ഇല്ലാത്ത കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയമാണെങ്കിലും ഷേർ സമുച്ചയമാണെങ്കിലും ഏത് ഗ്രന്ഥമാണെങ്കിലും. യഥാർത്ഥത്തിലെല്ലാം ഭരണഘടനാ വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങളാണ്, ഭരണഘടനാ വിരുദ്ധമായ ആശയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ തൃപ്പൂണിത്തറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പരീക്ഷത്ത് രാമവർമ്മ തമ്പുരാൻ, അദ്ദേഹം കൊച്ചി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടിരിക്കുന്ന കാലത്ത് നായർ സ്ത്രീകൾ ഈ മുലക്കച്ചയുമായിട്ട് റൗക്ക ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. രാമവർമ്മ തമ്പുരാൻ എന്താണ് ചെയ്തത്? അവരെ റൗക്ക വലിച്ചു കീറി. ഇനി റൗക്കയും ധരിച്ച ഒറ്റ സ്ത്രീകൾ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ തൊഴാൻ പാടില്ല എന്ന് അദ്ദേഹം വിധി എഴുതി. ഇത് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ചരിത്ര സാഹചര്യമാണ്. ഇത് അന്നത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലനിന്നിരുന്നു. മാറു മറച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലായിരുന്നു. മാറു മറയ്ക്കാൻ വേണ്ടി അന്തസ്സായിട്ട് തുല്യ ശരീരികളായി നടക്കുന്നതിന് വേണ്ടി സമരം നടത്തിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, കേരളം. ഇപ്പോൾ അതേണ്ട ഷർട്ടല്ല ഊരി നടക്കുകയാണ്. അതാണ് ആചാരം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ആചാരമാകുന്നത്? ഇത് ബ്രാഹ്മണൻ ഷർട്ട് ഊരുന്നതും മറ്റുള്ളവർ ഷർട്ട് ഊരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രാഹ്മണൻ ഷർട്ട് ഊരി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പൂണൂല് വെളിപ്പെടുക, മറ്റുള്ളവരിൽ നിന്ന് ശ്രേണീകൃത അസമത്വത്തിന്റെ രീതിശാസ്ത്രം അനുസരിച്ച് അയാളുടെ ശരീരം ശ്രേഷ്ഠ ശരീരമായിട്ടാണ് സമൂഹം സ്ഥാനപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ ശരീരത്തിന് ആ ശ്രേഷ്ഠതയില്ല, ഹീനമായിട്ടാണ് മറ്റുള്ളവരുടെ ശരീരത്തെ ഈ തന്ത്രഗ്രന്ഥങ്ങളും ഇന്ത്യൻ ധർമ്മശാസ്ത്രങ്ങളും സ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട പൂജാരിയോ മറ്റു പൂജാരിമാരെ മറ്റുള്ളവരെ തൊടാറുണ്ടോ? ഇല്ല. പ്രസാദം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കയ്യിൽ കൊടുക്കാത്തത് പ്രസാദം? തൊട്ടുകൂടായ്മ ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രതീകമാണിതെല്ലാം. ഇതൊന്നും മാറ്റാൻ പാടില്ല എന്നും നവോത്ഥാന കേരളത്തെ ആചാര കേരളമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ആചാരവാദികളായി മാറിയിരിക്കുന്നത്. ആരും ഭരണഘടനാവാദികളായിട്ടല്ല രംഗത്ത് വരുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾക്ക് വേണ്ടി ആരും നിൽക്കുന്നില്ല. ആചാരവാദികളായി മാറിയിരിക്കുക. ഈ ആചാരത്തിന്റെ കുഴപ്പം എന്താണ്? ഈ ആചാര വ്യവഹാരങ്ങൾ നമ്മുടെ തുല്യ പൗര ശരീരം എന്ന് പറയുന്ന സങ്കല്പത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ആചാരങ്ങൾ ഒരിക്കലും മനുഷ്യരെ തുല്യരായി പരിഗണിക്കുന്നില്ല. ബ്രാഹ്മണന് ശ്രേഷ്ഠ പദവിയും ബാക്കിയുള്ളവർക്കെല്ലാം ഹീന പദവികളുമാണ് ഈ ആചാര വ്യവഹാരങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജാതി ധർമ്മത്തിന്റെ മറ്റൊരു പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് സ്ത്രീകളെ അടിച്ചമർത്തുന്നു. ഇന്ത്യയിലെ ദളിതരെ, ആദിവാസികളെ, പിന്നോക്ക ജനതയെ എല്ലാം തന്നെ അടിച്ചമർത്തുന്ന ഒരു സിസ്റ്റമാണ്. ചുരുക്കി പറഞ്ഞാൽ സനാതന ധർമ്മം ഇവിടെ തിരിച്ചു കൊണ്ടുവരാനും മടക്കിക്കൊണ്ടുവരാനും താല്പര്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അടിവാരം തോണ്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയങ്ങളെ റദ്ദ് ചെയ്യാനാണ് ഇവർ സനാതന ധർമ്മം അവതരിപ്പിക്കുന്നത്. 1934 ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിനെ സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ക്ഷേത്രപ്രവേശനത്തെ എതിർത്തവരെ സനാതനിസ്റ്റുകളെന്നാണ് ഉള്ളൂർ അടയാളപ്പെടുത്തിയത്. എന്താണ് സനാതനിസ്റ്റുകൾ? ഇന്നിപ്പോൾ സനാതനികൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ സനാതന ധർമ്മത്തിൽ നല്ലതായിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഈ സനാതന ധർമ്മത്തിൽ നല്ലതെന്തെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന വ്യവസ്ഥാക്രമത്തിന്റെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നല്ല.
നമുക്ക് വേദങ്ങൾ എടുത്ത് പരിശോധിക്കാം, ഇതിഹാസങ്ങൾ പരിശോധിക്കാം, പുരാണങ്ങൾ പരിശോധിക്കാം. ഇതിൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നുണ്ടോ? സാഹോദര്യത്തെപ്പറ്റി പറയുന്നുണ്ടോ? സമത്വത്തെപ്പറ്റി പറയുന്നുണ്ടോ? സമത്വം എന്ന് പറയുന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു കഥയെങ്കിലും ഇതിനകത്തുണ്ടോ? സാക്ഷാൽ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥയാണ് ഭാഗവത്തിൽ പറയാനുള്ളത്. അതിലെവിടെ സമത്വം ഉള്ളത്? ഇതുപോലെ 100,000 കഥകൾ ഞാൻ ഉദ്ധരിക്കാം. ഇപ്പൊ സാക്ഷാൽ രാമൻ എന്താണ് ചെയ്തത്? താടകയെ വധിക്കുന്ന ഒരു രംഗം വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. എന്തിനാണ് ഈ വാൽമീകിയുടെ രാമൻ താടകയെ കൊല്ലുന്നത്? ഗോബ്രാഹ്മണ ഹിതാർത്ഥായ, പശുവിൻ്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിനായിട്ടാണ് രാമൻ ആരെ കൊന്നത്? താടകയെ കൊന്നത്. അല്ല ലോകസുഖത്തിനല്ല. ഇനി ലോകസുഖത്തിനാണെങ്കിൽ പോലും ഒരാളെ കൊല്ലാൻ പാടുണ്ടോ? ബാലി എന്തിനാണ് കൊന്നത്? മനുവിൻ്റെ വചനം അനുസരിച്ചാണ് താൻ ബാലിയെ കൊന്നത് എന്ന് വാൽമീകിയുടെ രാമൻ പറയുന്നു. എഴുത്തച്ഛൻ്റെ രാമൻ ഇതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല കേട്ടോ. എഴുത്തച്ഛൻ വലിയ വിപ്ലവകാരിയാണെന്നാണ് പുരോഗമന ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ എന്താണ്? ബ്രാഹ്മണരുടെ കാലിലെ പൊടി 3 നേരം ഗുളികയായിട്ട് കഴിക്കാനാണ് എഴുത്തച്ഛൻ പറയുന്നത്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ. ബ്രാഹ്മണരുടെ കാലിലെപ്പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുക. കഴിഞ്ഞില്ല. ലക്ഷ്മണോപദേശം എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുക. മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ പൂജിക്ക മാമടു. ഭൂമിയിൽ മഞ്ഞിടത്തിൽ ഭൂമിയിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ നിനക്കെന്നെ പൂജിക്കാം എന്നാണ് സനാതനധർമ്മിയായ എഴുത്തച്ഛൻ പറയുന്നത്. ഇത് സനാതനധർമ്മമാണ്. അതായത് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എറ്റേണൽ, എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ശാശ്വതമായ ധർമ്മമാണ് സനാതനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാതുർവർണ്ണ്യം സനാതനമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജാതി വ്യവസ്ഥ എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സനാതനികൾ. അതിനുവേണ്ടിയാണ് സനാതനികൾ നിലകൊള്ളുന്നത്. ഇപ്പോൾ ഗാന്ധിയെപ്പറ്റി പൊതുവെ പറയാൻ, ഗാന്ധി ഒരു സനാതനിയാണെന്ന് അവകാശപ്പെട്ട ആളാണ്. പൊതുവെ ഗാന്ധിയെപ്പറ്റി പറയുമ്പോൾ ഗാന്ധിയുടെ ഒരു പ്രബന്ധത്തിന്റെ പേര് കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന അർത്ഥം ജാതി പോകണം. അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ വിചാരിക്കും ഗാന്ധി ജാതി പോകണമെന്ന് പറഞ്ഞു. വിപ്ലവകരമായൊരു പ്രസ്താവനയാണ്. പക്ഷെ കാസ്റ്റ് മസ്റ്റ് ഗോയിൽ ആദ്യത്തെ വാചകം ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമധർമ്മ എന്നാണ്. അതിലെ ആദ്യത്തെ വാചകം ഞാൻ വർണ്ണാശ്രമധർമ്മത്തിൽ വിശ്വസിക്കുന്നു. വർണ്ണാശ്രമധർമ്മത്തിൽ വിശ്വസിച്ചിട്ട് ജാതി പോകണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതിനേക്കാളും പാടാണ് ഈ ചാതുർവർണ്ണ്യത്തിൽ നിന്ന് ജാതി പോകണമെന്ന് പറയുന്നത്. അപ്പം ചാതുർവർണ്ണ്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജാതി ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആഴത്തിൽ ഈ ചരിത്ര സാഹചര്യങ്ങളെ ആഴത്തിൽ പരിശോധിച്ചില്ലെങ്കിൽ ചാതുർവർണ്ണ്യം നല്ലതാണെന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ സമൂഹത്തിൽ ഹീനമായി പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഈ ഉപനിഷത്തുകളെല്ലാം തന്നെ ഈ ബ്രഹ്മം എന്ന സങ്കല്പം പോലും ബൃഹദാരണ്യകോപനിഷത്ത് ബ്രഹ്മം എന്ന സങ്കല്പത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ ബ്രാഹ്മണ പുരുഷന്റെ പ്രത്യേക രൂപത്തെയാണ് ബ്രഹ്മം എന്ന് നിർവചിക്കുന്നത്. ബ്രാഹ്മണ ശരീരത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ല നമ്മൾ ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ എന്തോ എറ്റേണലായ എന്തോ ഒരു സങ്കല്പമാണെന്നൊക്കെ വിചാരിക്കൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് ബ്രഹ്മം എന്ന സങ്കല്പം ബ്രാഹ്മണ പുരുഷന്റെ പ്രത്യേക ബോധമാണ്, പ്രത്യേക രൂപമാണ് എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ തത്വമസിയും ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നത്? തത്വമസി എന്ന് പറയുന്നത് എന്താണ്? അത് നീയാകുന്നു. അത് നീയാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഈശ്വരനാകുന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. ശബരിമലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണും തത്വമസി, പക്ഷേ പൂജാരി മലയാളം ബ്രാഹ്മണൻ മാത്രമാണ്. അതങ്ങനെ ശരിയാവും? തത്വമസി എന്ന് എഴുതി വെക്കും, പൂജാരി മലയാളം ബ്രാഹ്മണൻ മാത്രമേ പാടുള്ളൂ. ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഈ വൈരുദ്ധ്യം തുറന്നു കാട്ടപ്പെടണ്ടേ? അപ്പൊ അത് നീയാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഫിലോസഫിക്കലായിട്ടുള്ള പ്രശ്നം കൂടി കിടപ്പുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു സ്വത്വമുണ്ട്, അല്ലെങ്കിൽ സാമുദായിക സ്വത്വമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ധാരാളം സ്വത്വങ്ങൾ ഒരു മനുഷ്യനിൽ സങ്കീർണമായ അടരുകളായി ലയിച്ചു ചേർന്നിട്ടുണ്ട്. പലതരം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ എല്ലാം റദ്ദ് ചെയ്യുന്നു അത് നീയാകുന്നു എന്ന് പറയുമ്പോൾ. അത് നീയാകുന്നു, ഈശ്വരനാകുന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെടുക നമ്മൾ വിചാരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, എല്ലാം ബ്രഹ്മമാണ് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജനാധിപത്യം കെട്ടിയുയർത്തുന്നതെങ്കിൽ ആ ജനാധിപത്യം സമ്പൂർണമായി തകരും. ജനാധിപത്യം പടുത്തുയർത്തേണ്ടത് ഇത്തരം വിശ്വാസങ്ങളിലല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് തത്വമസിയുടെ മുകളിലല്ല നമ്മൾ ജനാധിപത്യം പടുത്തുയർത്തേണ്ടത്. തത്വമസിയുടെ മുകളിൽ പടുത്തുയർത്തുന്ന ജനാധിപത്യം തകർന്ന് തരിപ്പണമാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം?
തത്വമസി സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല. ഈ ലോകം മായയാണെന്ന് പറയുന്ന ശങ്കരൻ സാമൂഹ്യ പ്രശ്നങ്ങളെ മറച്ചു വെക്കുന്നു. സാമൂഹ്യ വേർതിരിവുകളെ ശങ്കരന്റെ അദ്വൈത സിദ്ധാന്തം അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ശങ്കരന്റെ അദ്വൈത ധർമ്മ സിദ്ധാന്തങ്ങൾ ഈ സാമൂഹ്യ വേർതിരിവിനെ, വിദ്വേഷത്തെ ഊട്ടിയുറപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ ശങ്കരൻ പറയും, ഭൗമസ്യ രക്ഷണാർത്ഥം, ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണത്വത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വാസുദേവൻ അവതരിക്കും. വാസുദേവൻ എന്തിനാ അവതരിക്കുന്നത്? ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇന്ത്യയിലെ കീഴാളരെയോ പിന്നോക്കരെയോ ദളിതരെയോ രക്ഷിക്കാനല്ല വാസുദേവൻ അവതരിക്കുന്നത്, ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം. ഇത് ഇന്ത്യയിലെ ബഹുജനങ്ങൾ മനസ്സിലാക്കണം. ഈ ശങ്കരൻ തന്നെ ഗീതാഭാഷ്യത്തിൽ പറയുന്നുണ്ട്, ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദ അനധികാരാത്. ശൂദ്രൻ ഏകജാതിയായതിനാൽ അവന് വേദത്തിൽ അധികാരമില്ല, വേദം പഠിക്കാൻ പാടില്ല. എല്ലാം അദ്വൈതമാണ്. ശങ്കരനെ വ്യാഖ്യാനിച്ചിട്ട് എല്ലാവരും പറയുന്നത്, ഇപ്പൊ സുകുമാർ അഴീക്കോട് പോലും പറഞ്ഞത് ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ് ശങ്കരൻ എന്നാണ് പറയുന്നത്. ഇതേ തെറ്റിദ്ധാരണ കെ ദാമോദരനും ഉണ്ടായിരുന്നു. ഭാരതീയ ചിന്ത എഴുതിയ കെ ദാമോദരനും അഴീക്കോടിന്റെ അതേ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. അദ്വൈതം വളരെ നല്ലതാണെന്നും ശങ്കരാചാര്യർ ലോകത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയുടെ കേന്ദ്രമായിരുന്നു ഒക്കെ ഭാരതീയ ചിന്ത കെ ദാമോദരൻ എഴുതുന്നുണ്ട്. പക്ഷേ ഈ കൃതികൾ നമ്മൾ അതിൻ്റെ പ്രൈമറി സോഴ്സ് വായിച്ചു നോക്കുമ്പോൾ ഇവരുടെ പ്രസ്താവനയെല്ലാം വളരെ തെറ്റാണെന്ന് ബോധ്യപ്പെടും. ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദ അനധികാരാത്. ശൂദ്രൻ പൂണൂലുപനയനം കഴിയാത്ത ഏകജാതിയായതിനാൽ വേദത്തിന് അധികാരമില്ലെന്ന് പറയുന്ന ശങ്കരനിൽ അദ്വൈതം ഉണ്ടോ? അദ്ദേഹത്തിന് എല്ലാ മനുഷ്യരെ ഒന്നായി കാണാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദബുദ്ധി ഇല്ലാത്തൊരു സങ്കല്പമാണെന്നൊക്കെ ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആ അദ്വൈതം എന്ന് പറയുന്ന സങ്കല്പത്തിൽ പോലും ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബഹുസ്വരതകളെ അദ്വൈതം ഇല്ലായ്മ ചെയ്യുന്നു. ബഹുസ്വരമായ സങ്കല്പങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഈ വ്യത്യസ്തമായ ബഹുതല സ്പർശിയായ കാര്യങ്ങൾ നമ്മൾ റദ്ദ് ചെയ്യുന്നു. മാടനും മറതയും അങ്ങനെ ബഹുജനങ്ങളുടെ കുട്ടിച്ചാത്തിനും ഒക്കെ ചേരുന്ന ബഹുസ്വരമായ ഒരു ആരാധനാ പാരമ്പര്യമുണ്ട്. ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നതോടെ എന്ത് സംഭവിക്കും? കുട്ടിച്ചാത്തന്റെ ഐഡന്റിറ്റി തകർന്നു, അതോടുകൂടി മാടന്റെ ഐഡന്റിറ്റി തകർന്നു. എന്നിട്ടെല്ലാം ബ്രഹ്മമാണെന്ന് പറയും. എന്നിട്ട് ബ്രഹ്മത്തെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കും. അങ്ങനെ ബഹുജനങ്ങളുടെ ആരാധനാ സങ്കേതങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പം കൊണ്ട് റദ്ദ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സൂക്ഷ്മമായി പര്യാലോചന നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ശങ്കരന്റെ അദ്വൈതത്തിന് മറ്റൊരു കുഴപ്പം, ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരൻ പറയുന്നത് ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന്. പട്ടടയിൽ വെച്ച് ആരെങ്കിലും വേദം ചൊല്ലാറുണ്ടോ? ശ്മശാനത്തിൽ ആരെങ്കിലും വേദപാരായണം നടത്താറുണ്ടോ? അതുപോലെ ശൂദ്രൻ പട്ടടയായതിനാൽ, ശ്മശാനമായതിനാൽ അയാളുടെ മുമ്പിൽ വേദം ചൊല്ലാൻ പാടില്ല. അതിനെ നീതീകരിക്കാൻ വേണ്ടി ശങ്കരൻ കൂട്ടുപിടിക്കുന്നത് ഗൗതമ ധർമ്മസൂത്രത്തെയാണ്. ഗൗതമ ധർമ്മസൂത്രത്തിലാണ് പറയുന്നത്, അദഹാസ്യ വേദം ഉപസൃണ്വത സ്ത്രവുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം. വേദം ചൊല്ലുന്ന, വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ എന്ത് ചെയ്യണം? ഈയമൊരുക്കി ഒഴിക്കണം. ധാരണേ ശരീരഭേദ, വേദം മനസ്സിലാക്കിയാൽ ശരീരം വെട്ടിപ്പിളർക്കണം. ഉച്ചാരണേ ജിഹ്വാച്ഛേദ, വേദം ചൊല്ലിയാൽ നാവ് വെട്ടിപ്പിളർക്കണം. ഇതാണ് സനാതന ധർമ്മം കേട്ടോ. ഇതാണ് സനാതന ധർമ്മം. വേദം ചൊല്ലുന്നവന്റെ നാവ് വെട്ടിപ്പിളർക്കുന്നതാണ് സനാതന ധർമ്മം. വേദം കേൾക്കുന്നതിന്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കുന്നതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ചണ്ടാളനെ കണ്ടാൽ കുളിക്കണം എന്ന് ധർമ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇനി ദൂരെ നിന്നെങ്ങാനും കണ്ടാലോ? ദൂരെ നിന്ന് കണ്ടാൽ ബ്രാഹ്മണനെ നോക്കണം, എന്നാലേ ആ പാപം തീരത്തുള്ളൂ. ചണ്ടാളനെ കണ്ട പാപം തീരണമെങ്കിൽ ആ കണ്ണുകൊണ്ട് ബ്രാഹ്മണനെ നോക്കി ആ പുണ്യം ആർജിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്രാഹ്മണന്റെ ശരീരം വളരെ ശ്രേഷ്ഠ ശരീരമായി സ്ഥാനപ്പെടുത്തുന്നു. ഈ സങ്കല്പത്തെയാണ് ഭരണഘടന നിരാകരിച്ചത്. ഇത് തനി അയിത്തമാണ്. ഈ അയിത്തത്തെയാണ് ഭരണഘടന നിരാകരിച്ച് എല്ലാവരെയും തുല്യ പൗരശരീരികളായി ഇന്ത്യൻ ഭരണഘടന മാറ്റിയെടുത്തത്. നവോത്ഥാനകാല പോരാട്ടങ്ങൾ ഈ സനാതന ധർമ്മത്തിനെതിരെയാണ് ഈ പോരാട്ടങ്ങളെല്ലാം നടന്നത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദം കൈമാറുന്നത് ഇപ്പൊ തൊടുന്നില്ല, എറിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതും ഈ ഒരു അയിത്തത്തിന്റെ ഒരു അതെ, അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നമ്മൾ വളരെയധികം പുരോഗമനകാരികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
ആ പുരോഗമനം ഒരു ഉടയാട മാത്രമാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനാധിപത്യത്തെപ്പറ്റി പറയുമ്പോൾ ജനാധിപത്യം ഇന്ത്യൻ മണ്ണിൽ ഒരു ഉപരിവസ്ത്രം മാത്രമാണ് എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അത് വളരെ ശരിയാണ്. കേരളത്തെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേക്ക് വളരെയധികം പുരോഗമനകാരികളായി ജീവിക്കുകയും അകമേ തനി ജാതിവാദികളായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് പറയുന്നത്. തനി ജാതിവാദികളായി ജീവിക്കുക, പുറമേക്ക് പുരോഗമനകാരികളും അകത്ത് പൂന്താനം നമ്പൂതിരിമാരായിട്ട് ജീവിക്കുക. എന്താണ് അകത്ത് പൂന്താനം നമ്പൂതിരി എന്ന് പറയാൻ കാരണം? ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് എഴുതിയത് ആരാണ്? പൂന്താനമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ ജന്മത്തിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ചണ്ടാളനാണെന്ന് അയാളെ കാണുന്നു. അയാൾക്ക് ആ രീതിയിൽ അസമത്വം, ദാരിദ്ര്യം, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിൽ ഇടപെടാൻ പോകണ്ട. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വത്തെ ന്യായീകരിക്കുകയാണ് പൂന്താനം ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കർമ്മ പുനർജന്മ സങ്കല്പമാണ് സനാതനധർമ്മത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും അടിയാധാരം എന്ന് പറയുന്നത്. അതാണ് തൊട്ടുകൂടായ്മ നിലനിർത്തുന്നത്. ചണ്ടാളൻ പാപിയാണ്, അതുകൊണ്ട് തൊടാൻ പാടില്ല. അസമത്വത്തെ നിലനിർത്തുന്നു. ഇത് തന്നെയാണല്ലോ ഇണ്ടന്തുരുത്തി മനയിൽ ഗാന്ധി വന്നപ്പോൾ ഗാന്ധി എന്തുകൊണ്ട് നമ്പ്യാതിരി പ്രവേശിപ്പിച്ചില്ല അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിലേക്ക്? ഗാന്ധി ഈ ചാതുർവർണ്ണ്യം അനുസരിച്ച് തൊട്ടുകൂടാത്തവനാ. ഗാന്ധിയും തൊട്ടുകൂടാത്തവൻ, അതുകൊണ്ട് ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്തത്. ഗാന്ധി ചോദിച്ചു, ഇവരെ ഈ റോഡിലൂടെയെങ്കിലും നടത്തിക്കൂടെ? നമ്പ്യാതിരി പറഞ്ഞത് എന്താണ്? ഇവർ കൊള്ളക്കാരെക്കാളും നീചരാണ്. കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊള്ളക്കാരായതാ. പക്ഷെ ഇവരെങ്ങനെയാണായത്? ഇവര് ജന്മനാതന്യ പാപികളാണ്. അപ്പൊ ജന്മനാ പാപികളായവർ ഒരു കാരണവശാലും ഇതുവഴി നടത്താൻ പറ്റില്ല. ഇങ്ങനെ കർമ്മ പുനർജന്മ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരെ ശ്രേണീകരിക്കുന്നത്. ശങ്കരന്റെ അദ്വൈത ഭാഷ്യത്തിൽ ഇത് പറയുന്നുണ്ട്. ഗീതാഭാഷ്യത്തിൽ പറയുന്നത് ഈ ജന്മത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തവരാണ് അടുത്ത ജന്മത്തിൽ ശ്രേഷ്ഠമായ കുലത്തിൽ ജനിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ ഒരു ശൂദ്രനായി ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണ പാദസേവ ചെയ്തുമ്പോഴാണ് അടുത്ത ജന്മം മറ്റു ഉയർന്ന ജന്മങ്ങൾ കിട്ടിപ്പോവുക. അല്ലാതെ വളരെ പെട്ടെന്നൊന്നും പ്രൊമോഷൻ കിട്ടത്തില്ല. വളരെ പെട്ടെന്നും ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ ഇല്ല. അപ്പൊ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ചാതുർവർണ്ണ്യ സങ്കല്പമാണ് തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഇപ്പോഴും വളരെ ശക്തമായി നിലനിൽക്കുന്നു. കേരളത്തിലെ ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സുധി എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരി കീഴ്ശാന്തിയായിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡറുമായി ക്ഷേത്രത്തിൽ ചെന്നു. അദ്ദേഹം കണ്ണീരോടുകൂടി അവിടുന്ന് ദുഃഖഭരിതനായി ഇറങ്ങിപ്പോരേണ്ടി വന്നു. കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു. കാരണം എന്താണ്? അവിടുത്തെ ബ്രാഹ്മണ്യം അദ്ദേഹത്തിന് ശ്രീകോവിലിൽ പ്രവേശിപ്പിച്ചില്ല. സാധാരണ കീഴ്ശാന്തിമാരൊക്കെ ശ്രീകോവിലിൽ പ്രവേശിക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ ശ്രീകോവിലിൽ കയറ്റിയില്ല. എന്താണ് കാരണം? കേരളത്തിൽ ഇപ്പോഴും ബ്രാഹ്മണ സങ്കേതങ്ങൾ വളരെ ശക്തമാണ് എന്നാണ് അർത്ഥം. ആ ബ്രാഹ്മണ്യം വളരെ ശക്തമായി നമ്മുടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, വളയനാട് ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ തളിയിൽ മഹാദേവ ക്ഷേത്രം, ഈ 3 സ്ഥലങ്ങളിൽ പോയി. കാരണം എൻ്റെ PhD ഗവേഷണമൊക്കെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് എൻ്റെ അന്വേഷണ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ വളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. നോക്കൂ, നമ്മൾ ഇത് കേരളത്തിലാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് 1888 നാരായണ ഗുരു എഴുതി വെച്ച അതേ കേരളത്തിലാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ഇപ്പോഴും ബോർഡിരിക്കുന്നത്. ആരാണ് അഹിന്ദു? സത്യത്തില് ഹിന്ദു എന്ന് പറയുന്ന ആരാണ് ഹിന്ദു? ഈ ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതിന് കാരണം എന്താണ്? ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പം എല്ലാ സമുദായത്തിൽപ്പെട്ട മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ അത് സവർണ ഒളിഗാർക്കിയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം നോക്കിയാൽ അറിയാം ആരാണ് ആ ഭരണത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്. സവർണ ഒളിഗാർക്കിയല്ലേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഇനി കോളേജ് അധ്യാപക നിയമനം തന്നെ എടുത്തൊന്ന് പരിശോധിക്കാം. 96% തസ്തികകളിലും സവർണരാ. നമ്മളിപ്പോഴും ജനാധിപത്യത്തിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചിട്ടുമില്ല. അതിന് പുറത്ത് തന്നെ നിൽക്കുക.
ശബരിമല മേൽശാന്തി നിയമനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞത് ബ്രാഹ്മണർ പ്രത്യേക ക്ലാസ് ആണെന്ന്. നമുക്ക് മാർസ് ഇനിയും വീണ്ടും ഈ ക്ലാസ് എന്താണെന്ന് വിശദീകരിക്കാൻ മാർസ് തിരികെ വരേണ്ടി വരും. അപ്പം മാർസിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ബ്രാഹ്മണർ പ്രത്യേക ക്ലാസ് ആണെന്ന് അഫിഡവിറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കയ്യിലെ എല്ലാ ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഗുണഫലം അനുഭവിക്കുമ്പോഴും നമുക്ക് ശാസ്ത്രബോധമോ ശാസ്ത്രയുക്തിയോ ശാസ്ത്രീയ മനോവൃത്തിയോ ഇല്ല എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായ സാഹോദര്യമോ സമത്വബോധമോ പോലും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ്. വിശ്വാസമുള്ളവർക്കെല്ലാം വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യമല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? വിശ്വാസമുള്ളവരിപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ അവിടെ പോകുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ച് മുസ്ലിം ദേവാലയങ്ങളിലും ദർഗകളിലും ഹിന്ദുക്കളെന്ന് പറയപ്പെടുന്നവരും പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഒരു നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ചന്ദനക്കുടം മുതലായ ആചാരങ്ങളിൽ എല്ലാ സമുദായത്തിലും ആളുകൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സാഹോദര്യത്തിൻ്റെ സംസ്കാരത്തെ വേർതിരിവിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സംസ്കാരം കൊണ്ട് വിഭജിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വരുന്നത്. ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ആരാണ് ഹിന്ദു എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നത്. നോക്കൂ, 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ ഈഴവർ, ആശാരി, മൂശാരി, കല്ലൻ, കൊല്ലൻ മുതലായ 50-ലധികം ജാതികളെ കുഴിക്കാട്ട് പച്ചയുടെ 10ാമത്തെ പടലത്തിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് കുഴിക്കാട്ട് പച്ചയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് കുഴിക്കാട്ട് പച്ചയിൽ മാത്രമല്ല, കേരളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥമായ 10-ാം നൂറ്റാണ്ടിലെ പ്രയോഗമഞ്ജരി മുതൽ അതിനുശേഷം രചിക്കപ്പെട്ടിരിക്കുന്ന ശൈവാഗമ നിബന്ധനം, ഈശാനശിവ ഗുരുദേവ പദ്ധതി, മാതൃസദ്ഭാവം, തന്ത്രസമുച്ചയം, ശേഷസമുച്ചയം, കൈരിക്കരപ്പച്ച, കുഴിക്കാട്ടുപച്ച എന്നിങ്ങനെ തുടങ്ങി 200-ലധികം തന്ത്രഗ്രന്ഥങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത 100-ലധികം ജാതികളുടെ ലിസ്റ്റുണ്ട്. വലിയൊരു പട്ടിക തന്നെ ഉണ്ട്. ഇവരൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത്. അവരൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നില്ലേ? പിന്നെ തന്ത്രഗ്രന്ഥത്തിൻ്റെ ആചാരം എവിടെ പോയി? ഇവരൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുണ്ടല്ലോ, ഇപ്പം എല്ലാവരും പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്ന്. പിന്നെ ഈ നിയമം മാറ്റിയത് ആരാ? ഏതെങ്കിലും മഹർഷി അവതരിച്ചിട്ടാണ് ഈ നിയമം മാറ്റിയത്? അതോ ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞോ ഈ നിയമം മാറ്റേണ്ടതാണെന്ന്? പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ ഇരിങ്ങാലക്കുടയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശനത്തിനെതിരെ യോഗം കൂടിയവരാണ് നമ്പൂതിരിമാരെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ബ്രാഹ്മണ്യം ക്ഷേത്രപ്രവേശനത്തിനെതിരെ യോഗം കൂടി, ഇരിങ്ങാലക്കുടയിൽ യോഗം കൂടി. തവനൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. എന്താണ് പുസ്തകത്തിൻ്റെ പേര്? ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം പുസ്തകം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത് അയിത്തവും തൊട്ടുകൂടായ്മയും സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. സനാതനധർമ്മം എന്നാൽ ചാതുർവർണ്ണ്യമാണ് എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ 2ാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു അറിവനുസരിച്ച് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ഇതുപോലൊരു ബോർഡ് നമുക്കിപ്പോഴും കാണാം. ഇത് ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ യുക്തി എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം തന്ത്രഗ്രന്ഥങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യവഹാരവും അനുസരിച്ചാണെങ്കിൽ സവർണരായ നമ്പൂതിരിമാർക്കൊഴികെ മറ്റൊരു ജാതിക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തന്ത്രഗ്രന്ഥങ്ങൾ അനുവദിക്കുന്നില്ല. തന്ത്രഗ്രന്ഥങ്ങളിൽ മറിച്ചൊരു വിധിയുണ്ടോ? ഈഴവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്ന വിധിയുള്ള ഏതെങ്കിലും ഗ്രന്ഥമുണ്ടോ? സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഈഴവർക്കും പുലയർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന് പറയുന്ന ഏതെങ്കിലും തന്ത്രഗ്രന്ഥമുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഇവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അശുദ്ധിയാകുമെന്നും അശുദ്ധിയുടെ പരിഹാരമായി ബ്രാഹ്മണർക്ക് കാലുകഴിച്ചൂട്ട് നടത്തണമെന്ന് എഴുതിയ സ്ഥലമാണ് കേരളം. എഴുതിയെന്ന് മാത്രമല്ല, ഈ കാലുകഴിച്ചൂട്ടിനെയൊക്കെ പറ്റി പറയുമ്പോൾ പൊതുവെ പറയുന്നത് ബ്രാഹ്മണരെ അങ്ങനെ കാല് കഴിച്ചൊന്നും ഊട്ടിയിരുന്നില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ മധ്യകാലത്ത് രചിക്കപ്പെട്ട തിരുവല്ല ഗ്രന്ഥവരിയിൽ 36 ബ്രാഹ്മണരെ കാല് കഴുകി ചൂട്ടി
അവരുടെ തലയിൽ എണ്ണയും തേച്ച് കുളിപ്പിച്ച് സദ്യയും കൊടുത്ത് പാൽപ്പായസവും കുടിപ്പിച്ചതിനെ പറ്റിയുള്ള പരാമർശം തിരുവല്ല ഗ്രന്ഥവരി വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കാല് കഴുകി ചൂട്ടി വെള്ളം കുടിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നത് ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർ പ്രവേശിച്ച് ക്ഷേത്രം അശുദ്ധിയായാൽ ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണത്തിന്റെ എച്ചില് ദേവന്റെ ബിംബത്തിൽ സ്പർശിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വിപ്രോച്ചിഷ്ടം ച ഗവ്യം ച സപ്തൈദാഹ സ്ഥാനശുദ്ധയ. വിപ്രോച്ചിഷ്ടം ച ഗവ്യം ച, വിപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ എച്ചില്, അത് ആ ബ്രാഹ്മണന്റെ എച്ചില് ആണ് അശുദ്ധിയെ നീക്കം ചെയ്യുന്നത്. ആലോചിച്ച് എത്ര ഭീകരമായ ഹിംസയാണെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രാഹ്മണന്റെ എച്ചിലാണ് ദേവന്റെ ബിംബത്തെ പോലും ശുദ്ധീകരിക്കുന്നത്. അപ്പൊ ദേവനേക്കാളിലും വലുതാണ് എന്ത്? ബ്രാഹ്മണന്റെ എച്ചില്. വിപ്രോച്ചിഷ്ടം നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഈ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ചാണകം എന്ന് പറയാറുണ്ട്. അവർ ചാണകത്തിൽ കടന്ന് ഉരുളുന്നതിനെയും, ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഒരു IIT ഡയറക്ടർ പറഞ്ഞത് തൻ്റെ പിതാവിന് അസുഖം വന്നപ്പോൾ, പനി വന്നപ്പോൾ ഗോമൂത്രം കുടിച്ചിട്ടാണ് പനി മാറിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല. കോവിഡ് വന്നപ്പോൾ പാത്രം കൊട്ടണമെന്ന് പറഞ്ഞൊരു ഭരണാധികാരിയുള്ള രാജ്യത്ത് ഗോമൂത്രം കുടിച്ചാൽ പനി മാറുമെന്ന് മറ്റു ഭരണ മേധാവികൾ പറയുന്നതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ആ നാട്ടിൽ തന്നെ ഇരുന്ന് ആളുകൾക്ക് സമാധി അടയാം. മരിച്ചാൽ സമാധിയാകുന്ന രാജ്യത്താണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സനാതന ധർമ്മം അനുസരിച്ച്, ചാതുർവർണ്ണ്യത്തിൻ്റെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ സമൂഹത്തെ നിരന്തരം പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭരണഘടനയെ ഒറ്റയടിക്കല്ല റദ്ദ് ചെയ്യുന്നത്. ഭരണഘടനയെ ക്രമേണ സനാതന ധർമ്മം കൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ഒരു സുപ്രഭാതത്തിൽ ഭരണഘടനയെ വന്നങ്ങ് റദ്ദ് ചെയ്യാം. അങ്ങനല്ല. സനാതനധർമ്മ വിശ്വാസങ്ങൾ കൊണ്ട്, ഹിംസാത്മകമായ സനാതനധർമ്മ യുക്തികൾ കൊണ്ട് നമ്മുടെ ഭരണഘടനയെ നിരന്തരം റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ബ്രാഹ്മണ്യം ചെയ്തുകൊണ്ടിരുന്നത്. ബ്രാഹ്മണ്യം ചെയ്യുന്നത് കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെ, ബഹുജനങ്ങളുടെ, ദളിത മനുഷ്യരുടെ ആരാധനാമൂർത്തികളെ ബ്രാഹ്മണ്യം പൂണൂലിടിച്ച് സ്വാംശീകരിച്ചു. അങ്ങനെ അവരെ പുറന്തള്ളി. അതുകൊണ്ടാണ് സഹോദരനെ ഇപ്പം പറഞ്ഞ വാമനാദർശം വെടിഞ്ഞിടേണം, മാബലി വാഴ്ച വരുത്തിടേണം. ഈ വാമനന്റെ ആദർശം, ആ ആദർശം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ ആദർശമാണ്. പുരുഷാധിപത്യ മേൽക്കോയ്മയാണ്. ആ ത്രൈവർണിക പുരുഷാധിപത്യ മേൽക്കോയ്മ ഉപേക്ഷിച്ചാൽ മാത്രമേ സാഹോദര്യത്തിന്റെ മാബലി വാഴ്ച വരികയുള്ളൂ എന്നാണ് സഹോദരൻ പറയുന്നത്. ബ്രാഹ്മണൻ എഴുതി ഏതെങ്കിലും തന്ത്രഗ്രന്ഥത്തിൽ അയ്യപ്പനെ ശരണം വിളിക്കുന്ന ഒരു മന്ത്രം ബ്രാഹ്മണരുടെ തന്ത്രഗ്രന്ഥത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രന്ഥം അയ്യപ്പനെ പറ്റി ബ്രാഹ്മണരുടെ ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് പരാമർശമുള്ളത്? ശാസ്താവിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. അയ്യപ്പൻ എന്നൊരു വാക്ക് ബ്രാഹ്മണർ തന്ത്രഗ്രന്ഥത്തിലില്ല.